ഹായ് ഹലോ മിഷനി ഹിയർ. നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് വീഡിയോ ഇനി തുടർന്ന് ചെയ്യുമെന്ന്. പക്ഷെ അത് പറ്റാറില്ല. ഇനി ശരിക്കും നമ്മൾ സെപ്റ്റംബർ തുടങ്ങി ഒരു മാസത്തിൽ 12 വീഡിയോസ് ചെയ്യും. അതേപോലെ തന്നെ അതിനിടയ്ക്ക് തന്നെ ലൈവ് ഉണ്ടാവുകയായിരിക്കും. ഓക്കെ, ലൈവ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ളത് തന്നെ, ഫണ്ണി ആയിട്ടുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലൈവ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി ചെയ്യുന്ന വീഡിയോകൾക്ക് സെപ്റ്റംബർ തുടങ്ങി നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്, ഈ പറഞ്ഞ വീഡിയോസിനെല്ലാം തന്നെ ആദ്യത്തെ കുറച്ച് ഭാഗം നിങ്ങൾ കാണാം. അതിനുശേഷം അതിൻ്റെ പൂർണ്ണമായിട്ടും എന്നെ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. വലിയ എമൗണ്ടൊന്നുമല്ല, ഒരു ചെറിയൊരു തുക അതിനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് അവരുടെ മനസ്സറിയാം എന്നൊരു ടോപ്പിക്കിലാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച്, ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം, ജാതി മതം ഏജ് ഡിഫറൻസ്, അങ്ങനെ പലതരം കാര്യങ്ങളുണ്ടാവാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അത്തരം കാര്യങ്ങൾ കൊണ്ട് നിങ്ങളൊരു വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളൊരു ടാലൻറ്റിലോട്ട് എത്തുന്നതെങ്കിൽ അതിനെ തന്നെ ആശ്രയിക്കാതെ അവിടെ ഒരു ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. കാരണം ഈ വീഡിയോ ആണെങ്കിലും മറ്റു വീഡിയോസ് ആണെങ്കിലും അതെല്ലാം തന്നെ ജനറലാണ്. ഓക്കെ, അത് നമ്മുടെ ഒരു വിഷയത്തിൽ നമ്മൾ കുറച്ച് കാർഡുകൾ ഷഫിൾ ചെയ്തിട്ട് അതിൻ്റെ എനർജി പറയുന്നു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടാക്കാം, പക്ഷെ ഒരിക്കലും അത് നിങ്ങളുടെ ആയിട്ട് അന്ധമായി വിശ്വസിച്ച് നിങ്ങളതിൽ ഒരുപാട് സമയം കളയരുത് എന്നാണ് പറയാനുള്ളത്. പിന്നെ പേഴ്സണൽ റീഡിങ് നമുക്ക് അവൈലബിൾ ആണ്, ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് അവരുടെ മനസ്സറിയാം എന്നൊരു ടോപ്പിക്കിൽ ഈ വീഡിയോ വേണമെങ്കിൽ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 9 കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മളൊരു 12 രീതിയിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ എല്ലാം കാണാൻ പറ്റും, ലൈവും കിട്ടും. അല്ലാത്തതാണെങ്കിൽ ഈ പറഞ്ഞൊരു വിഷയത്തിലാണെങ്കിൽ ആദ്യം ഏതൊരു പോയിന്റ് വരെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അതിലറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനെ ഷഫിൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കാർഡുകൾ: ഫസ്റ്റ് കാർഡ് ക്ലോവർ, ലേഡി, ക്ലൗഡ്സ്, കേറ്റ്, സ്റ്റോർക്ക് വരുന്നുണ്ട്, മൗണ്ടൻ, ബിർച്ച് റോഡ്, സൺ, ലെറ്റർ. ഇത്തരം കാർഡുകളാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു കോർ എനർജി ഫോക്കസ് എന്ന് പറയുമ്പോൾ സ്റ്റോർക്കാണ്. അവരുടെ മനസ്സ്, നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് അവരുടെ മനസ്സ് നിലവിലെ അവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റവും പുരോഗതിയും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച് അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം അവരുടെ ഉള്ളിലുള്ളതായിട്ട് പറയുന്നുണ്ട്. ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹവും വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ട് എന്ന് ആ കാർഡുകൾ പറയുന്നുണ്ട്. അവരുടെ മാനസികമായിട്ടുള്ളൊരു ആശയ കുഴപ്പം എന്ന് പറയുന്നത് ആ ക്ലൗഡ്സ് ആണ്. ഓക്കെ, സ്നേഹമുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ വലിയ സംശയങ്ങളും ഒരു വ്യക്തതക്കുറവ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അവരെ അലട്ടുന്നുണ്ടാകാം. എന്ത് തീരുമാനമെടുക്കണം എന്നതിൽ ചെറിയൊരു ഭയം അവരിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഓക്കെ, നാലാമത്തെ കാർഡ് ഇതേപോലെ തന്നെ, നാലാമത്തെ കാർഡ് നമ്മൾ പറയുന്നത് മൗണ്ടൻ. ആശയവിനിമയത്തിലെ എന്താ പറയുക, അകൽച്ചയോ അല്ലെങ്കിൽ ഒരു ഈഗോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള സാഹചര്യങ്ങൾ ഒരു വലിയ മല പോലെ തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അഞ്ചാമത് നമ്മൾ പറയുമ്പോൾ പഴയ മുറിവുകളെ, സംഘർഷങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ബിർച്ച് റോഡ്. ഉള്ളിൽ പഴയ ചില തർക്കങ്ങളുടെയോ അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തലുകളുടെയോ മുറിവുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് അവരെ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥരാക്കുന്നുണ്ടാകാം. ഓക്കെ, ആറാമത് നമ്മൾ പറയുമ്പോൾ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയാണ്. ക്ലോവറും സണ്ണും വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ഭാഗ്യവും വലിയൊരു പ്രകാശവും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം അവർ കാണുന്നുണ്ട്. ആശയവിനിമയത്തിലെ ഒരു ആഗ്രഹത്തിനെയാണ് ആ ലെറ്റർ കാർഡ് സൂചിപ്പിക്കുന്നത്. ഉള്ളിലെ വികാരങ്ങൾ തുറന്നു പറയാനും മെസ്സേജ് വഴിയോ നേരിട്ടോ വ്യക്തത വരുത്താനും അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ഭൂതകാലത്തിൻ്റെ സ്വാധീനം പറയുന്നത് ക്ലോവറും ഹെറ്റും ഇതേപോലെ തന്നെ ബിർച്ച് റോഡുമാണ്. മുമ്പ് പെട്ടെന്ന് തുടങ്ങിയ എന്താ പറയുക സന്തോഷങ്ങളും ഒരു ആകർഷണങ്ങളും പിന്നീട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും വാക്ക് തർക്കത്തിലേക്കൊക്കെ വഴിമാറിയിരുന്ന ഒരവസ്ഥയെ പറയുന്നു. നിലവിലൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ലേഡിയാണ്. സ്റ്റോർക്ക് വരുന്നുണ്ട്, സണ്ണ് വരുന്നുണ്ട്. അത് വായിക്കുമ്പോൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാൻ മനസ്സ് തയ്യാറെടുക്കുന്നു. ഒരു
പ്രധാന വ്യക്തിക്ക് ലേഡിക്ക് ഈ ഒരു മാറ്റത്തിൽ നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഭാവി സാധ്യതകളെ പറ്റി പറയുമ്പോൾ ക്ലൗഡ്സും മൗണ്ടനും ലെറ്ററുമാണ് തടസ്സങ്ങളും സംശയങ്ങളൊക്കെ മാറ്റി എന്താ പറയുക, മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള വാക്കുകളിലൂടെയോ ഒരു തുറന്ന ആശയവിനിമയം നടക്കും എന്ന് പറയുന്നുണ്ട്. പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയം തന്നെയാണ്, സ്നേഹം. ഓക്കെ, സ്റ്റോർക്ക് എന്ന് പറയുന്നത് ഒരു മാറ്റത്തിനുള്ളൊരു സന്നദ്ധത എന്ന് പറയുന്നത്. സണ്ണ് ഒടുവിൽ ലഭിക്കുന്ന ഒരു വിജയത്തിനെ ഒരു വ്യക്തതയാണ് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവായിട്ട് പറയുമ്പോൾ കൺഫ്യൂഷൻ, ക്ലൗഡ്സ് അതാണ് സൂചിപ്പിക്കുന്നത്. നേരിടാൻ മടിക്കുന്ന വലിയൊരു മതിൽ അല്ലെങ്കിൽ ഒരു അകൽച്ച, ഒരു മല, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ആ മൗണ്ടൻ്റെ എനർജി വരുന്നത്. ഉള്ളിലെ സംഘർഷത്തിനെയാണ് ബിർച്ച് റോഡ് പറയുന്നത്. ഓക്കെ, അതിന് റെമഡീസ്, പരിഹാരങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ശാന്തമായിട്ടുള്ളൊരു ആശയവിനിമയം. കാരണം തർക്കങ്ങളിലേക്ക് പോകാതെ, ആ ബിർച്ച് റോഡിൻ്റെ എനർജിയിലേക്ക് പോകാതെ വളരെ ശാന്തമായിട്ട് സംസാരിക്കുക, വാശി ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട്. സ്പേസ് കൊടുക്കാൻ പറയുന്നുണ്ട്. മല പോലെ നിൽക്കുന്ന തടസ്സങ്ങളെ ബലം പ്രയോഗിച്ച് മാറ്റാൻ നോക്കാതെ അവർക്ക് ചിന്തിക്കാൻ അല്പം സമയം നൽകുക എന്ന് പറയുന്നുണ്ട്. വ്യക്തത ഉറപ്പാക്കാൻ പറയുന്നുണ്ട്. ഊഹങ്ങൾക്കൊക്കെ ഒരു ഇട നൽകാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മേഘങ്ങൾ പോലെയുള്ള സംശയങ്ങൾ എന്താണോ അതിലുള്ളത് അതിനെ നീക്കുവാൻ പറയുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അകൽച്ചുണ്ടെന്ന് തോന്നാമെങ്കിലും അത് വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ആശയക്കുഴപ്പങ്ങളും സാഹചര്യങ്ങളുടെ തടസ്സങ്ങളും കാരണമാണ് എന്ന് വിശ്വസിക്കുക. മനസ്സ് മാറ്റത്തിനും വീണ്ടും ഒരു ഒത്തുചേരലിനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാർഡുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതുവരെയുള്ളൊരു റീഡിംഗ് ആയിരിക്കാം നമുക്ക് നോർമലായിട്ട് എല്ലാവർക്കും കാണാൻ തരുന്ന വീഡിയോസിലുണ്ടാവുക. ഇനി മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, മനസ്സിലാകും. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് മാറ്റമാണ്, ട്രാൻസ്ഫോർമേഷൻ. നിശ്ചലമായിട്ടുള്ളൊരു അവസ്ഥ അവസാനിപ്പിച്ച് ബന്ധത്തിനെ പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയാം. ഇതിൻ്റെ കോർണറുള്ള കാർഡുകൾ നോക്കുമ്പോൾ 4 മൂലയ്ക്കുള്ളത് ക്ലോവർ വരുന്നുണ്ട്, ക്ലൗഡ്സ് വരുന്നുണ്ട്, ബിർച്ച് റോഡ്, ലെറ്റർ. തുടക്കത്തിൽ നിസ്സാരമായിട്ട് കണ്ട കാര്യങ്ങൾ സംശയങ്ങളിലേക്കും അതിനെയാണ് ഈ ക്ലൗഡ്സ് പറയുന്നത്. ആന്തരികമായിട്ടുള്ള തർക്കങ്ങളിലേക്കും അതിനെ ബിർച്ച് റോഡ് അങ്ങനെ പോയെങ്കിലും ഒരു രേഖാമൂലമുള്ള ഒരു സന്ദേശത്തിലൂടെയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു തുറന്ന സംസാരത്തിലൂടെയോ ഭാഗ്യം തിരിച്ചു പിടിക്കാമെന്നൊരു ചിന്ത, അതിനെയാണ് ആ 4 കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ക്രോസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ലേഡി, സൺ, പുറമേക്ക് കാണിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ നിങ്ങളോടുള്ളൊരു വ്യക്തതയും പോസിറ്റീവായിട്ടുള്ളൊരു ആകർഷണവും ഉണ്ട്. ഓക്കെ, സ്നേഹം എന്താ പറയുക ഉള്ളിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നതിൽ വലിയൊരു തടസ്സവും മടിയും അവർ അനുഭവിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ക്ലോവർ, ലേഡി, ക്ലൗഡ്സ് വെച്ച് നോക്കുമ്പോൾ മുകളിൽ നിന്നുള്ളൊരു ചിന്തകളിലൊരു ഭാഗ്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ചിന്തകളിൽ, അപ്പോൾ ആ ലേഡി ആയിരിക്കാം. ഓക്കെ, കടുത്ത ആശയക്കുഴപ്പവും ക്ലൗഡ്സ്, വ്യക്തതക്കുറവ്, അതും നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അതൊരു നിങ്ങൾ ചിന്തിച്ച വ്യക്തി ഒരു പെണ്ണാണെങ്കിൽ അവർക്കാണ് ആശയക്കുഴപ്പം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഹൃദയം, സ്റ്റോർക്ക്, മല, ഇതൊക്കെ വരുമ്പോൾ ഹൃദയത്തിൽ ശക്തമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്, അത് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അഹംഭാവമായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ഒരു മതിൽക്കെട്ട് പോലെ, ഒരു മല പോലെ മുന്നിൽ നിൽക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നത്. അതൊരു വികാരതലത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് ആശയക്കുഴപ്പം, വ്യക്തത കുറവും ഒരു ബോധമനസ്സിൻ്റെ ഇതിനെയാണ് പറയുന്നത്.
ഒരു അബോധ മനസ്സും അതിൻ്റെ പ്രവർത്തനങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ ബെർച്ചറോടും സണ്ണും ലെറ്ററുമാണ്. ഉള്ളിലെ സംഘർഷങ്ങളെയും ദേഷ്യങ്ങളെയും മറികടന്ന് പൂർണ്ണ വ്യക്തതയോടെ ഒരു സന്ദേശം അയക്കാൻ അബോധ മനസ്സ് ഒരുങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു 2-3 ഡേയ്സിനുള്ളിലോ ഒരു പെട്ടെന്ന് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശമോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഒരു ഭൂതകാല സ്വാധീനത്തിൻ്റെ ഇത് പറയുന്നത് ക്ലോവറും ഹെർട്ടും ഇതേപോലെ ബെർച്ചറോടും പറയുമ്പോൾ മുമ്പ് വളരെ പെട്ടെന്ന് ഉടലെടുത്ത ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടം ആ ക്ലോവറും ഹെർട്ടും പിന്നീട് ചില സംസാരങ്ങളാലോ തെറ്റിദ്ധാരണകളാലോ ബെർച്ചറോഡിലോട്ട് പോയി, അതായത് സംഘർഷത്തിലോട്ട് പോയി എന്നാണ് പറയുന്നത്. വർത്തമാനകാലത്തിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ലേഡി സ്റ്റോർക്ക് സൺ വരുന്ന സമയത്ത് ഈ നിമിഷത്തിൽ ആ വ്യക്തിയിലൊരു മാറ്റം വരുന്നുണ്ട്. ബന്ധത്തിലേക്ക് പോസിറ്റീവ് എനർജിയും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഭാവി സാധ്യതകൾ എന്ന് പറയുമ്പോൾ ക്ലൗഡ്സും മൗണ്ടനും നമുക്കിതേപോലെ തന്നെ ലെറ്ററും വെച്ച് നോക്കുമ്പോൾ ഈ മേഘങ്ങൾ ഒഴിഞ്ഞു മാറി തടസ്സങ്ങളെല്ലാം മൗണ്ടൻ അതിനെ നേരിട്ടുകൊണ്ട് ഉടൻ തന്നെ ഒരു സന്ദേശമോ ഒരു തുറന്നു പറച്ചിലോ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡയഗണലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്ലോവറും സ്റ്റോർക്കും ലെറ്ററും വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു നല്ല മാറ്റവും ശുഭകരമായിട്ടുള്ള ഒരു മെസ്സേജും വരാനുണ്ട് എന്നാണ് പറയുന്നത്. ക്ലൗഡ്സും സ്റ്റോർക്കും ബെർച്ചറോടും വെച്ച് നോക്കുമ്പോൾ ആലോചിച്ച് കൂട്ടുന്ന തെറ്റിദ്ധാരണകൾ മാറ്റത്തിലേക്ക് നയിക്കാൻ ചില കടുത്ത തീരുമാനങ്ങൾ വേണ്ടി വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ നൈറ്റിങ് നോക്കുമ്പോൾ ക്ലോവറും സണ്ണ് മൗണ്ടൻ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സന്തോഷം, അതേസമയം ഒരു പരീക്ഷണവും ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഈ ബന്ധത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത. അതേപോലെ തന്നെ ഹൃദയവും സ്ത്രീയും കത്തും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളൊരു ആഗ്രഹം ഉടൻ തന്നെ ഒരു കത്തിലൂടെയോ മെസ്സേജിലൂടെയോ പ്രകടമാകും എന്ന് കാണിക്കുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നോക്കുമ്പോൾ ക്ലൗഡ്സ് ആണ് മെയിനായിട്ട്. സംശയങ്ങൾ, സംഘർഷങ്ങൾ, മൗണ്ടൻ, അകൽച്ച, തടസ്സം എന്നൊക്കെ പറയില്ലേ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭാഗ്യമാണ്. ക്ലോവർ സ്നേഹം, ഹൃദയം സൂചിപ്പിക്കുന്നുണ്ട്. സൺ വിജയം, സത്യം, ലെറ്റർ ആശയവിനിമയം, സ്റ്റോർക്ക് ഒരു മാറ്റത്തിനെ കാണിക്കുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ സംശയങ്ങൾക്കും തർക്കങ്ങൾക്കൊക്കെ ഇട കൊടുക്കാതെ കാത്തിരുന്ന് വ്യക്തമായിട്ടുള്ളൊരു സംഭാഷണം ആ ലെറ്ററിൻ്റെയും സണ്ണിൻ്റെയും എനർജി അത് നടക്കാൻ വേണ്ടി അനുവദിക്കാം. കാരണം വാശികൾ മാറ്റി നിർത്തുന്നത് തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് നീക്കും എന്ന് കാർഡുകൾ പറയുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും ഒരുമിക്കണമെന്നൊരു ആഗ്രഹവും ശക്തമാണ് എന്ന് കാർഡുകൾ പറയുന്നു. നിലവിലെ അകൽച്ച കേവലം താൽക്കാലികമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ ക്ലോവർ ലെറ്റർ അതൊക്കെ വരുമ്പോൾ 1-9 വരുന്നത്. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു നല്ല വാർത്തയോ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സ് തുറന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജോ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ക്ലൗഡ്സിൻ്റെ 3 ബെർച്ചറോഡ് 7 അവരുടെ ഉള്ളിലെ സംശയങ്ങളും അനാവശ്യ ചിന്തകളും തന്നെയാണ് അവരെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നതും അസ്വസ്ഥരാക്കുന്നതും എന്നൊരു മെസ്സേജ് വരുന്നുണ്ട്. ലേഡി 2 വരുന്നത്. സൺ 8 വരുന്നത്. നിങ്ങളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയായും ഒരു വ്യക്തതയായിട്ട് അവർ കാണുന്നു എന്നൊരു കാർഡ് മെസ്സേജ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹൃദയവും മലയും തമ്മിൽ വരുന്ന സമയത്ത് 4-6 വരുന്നത്. സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോഴും ഈഗോ ആയിരിക്കാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭയം ആയിരിക്കാം. അത് കാരണം അത് പുറത്ത് കാണിക്കാതെ ഒരു മതിൽക്കെട്ട് പോലെ മനസ്സിനെ പൂട്ടിയിട്ടിരിക്കുന്നൊരു അവസ്ഥ കാര്യങ്ങളെ ആ കാർഡ് പറയുന്നുണ്ട്. ഒരു ഭയത്തിനെ പറയുന്നുണ്ട്. മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് വീണ്ടും സംസാരിച്ചാൽ പഴയതുപോലെ തന്നെ തർക്കങ്ങളോ വഴക്കുകളോ ബെർച്ചറോഡിന് ഈ ഒരു എനർജി ഉണ്ടാകുമോ എന്നൊരു ഭയത്തിനെ കാണിക്കുന്നു. ആഗ്രഹത്തിന് പറയുന്നുണ്ട്, ഡിസയർ. അതേപോലെ തന്നെ പഴയതെല്ലാം മറന്ന് ബന്ധത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. സ്വയം പ്രതിരോധം പറയുന്നുണ്ട്. ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയില്ലേ, ഒരു മൗണ്ടൻ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഉള്ളിലെ സങ്കടങ്ങളും സ്നേഹവും അതൊക്കെ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. ഒരു സമയക്രമം കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യഘട്ടം പറയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങളും മൗനമൊക്കെ നിലനിൽക്കും എന്ന് പറയുന്നുണ്ട്. കാര്യങ്ങൾക്ക് പെട്ടെന്ന് വ്യക്തത വരണം എന്ന് നിർബന്ധമില്ല എന്ന് പറയുന്നുണ്ട്.
രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. മനസ്സ് സ്വയം ശാന്തമാകുകയും എന്താ പറയുക, എൻ്റെ ഈഗോകൾ അലിയുന്നൊരു അവസ്ഥ പറയുന്നുണ്ട്. മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം വഴി ബന്ധപ്പെടുകയും കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് തീർക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1-2 ആഴ്ചകളിൽ ഇതേപോലെ ആയിരിക്കാം. ഒരു രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മറുപടികൾ നൽകുന്ന സമയത്ത് ശാന്തത പാലിക്കുക. അവർ സന്ദേശം അയക്കുന്ന സമയത്ത് പഴയ തെറ്റുകൾ ഓർമ്മിപ്പിക്കാതെ സ്നേഹത്തോടെയും വ്യക്തതയോടും കൂടി സംസാരിക്കുക. അതേപോലെ തന്നെ അവരെ നിർബന്ധിക്കാതിരിക്കുക. മൗനം പാലിക്കുന്ന സമയത്ത് അമിതമായിട്ട് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ വിളിച്ചു ചോദിച്ചോ സമ്മർദ്ദം ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുമ്പോൾ ഹൃദയവും സ്റ്റോർക്കൊക്കെ വരുമ്പോൾ വികാരങ്ങളുടെ ഒരു ആധിപത്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്നേഹവും അനുകമ്പയും നിലനിൽക്കുന്നു. ബാഹ്യമായിട്ട് എത്ര അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് പൂർണ്ണമായിട്ടും വിട്ടുപോകാത്തൊരവസ്ഥയെ ആ കാർഡുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ക്ലബ് കാർഡുകൾ നോക്കുമ്പോൾ ക്ലൗഡ്സും ബെർച്ചിലോട്ട് സണ്ണാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കഠിനാധ്വാനം, ആന്തരിക സംഘർഷങ്ങൾ, ചിന്തകളിൽ നിരന്തരമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും അത് വിജയം, സൺ എന്ന് പറഞ്ഞൊരു കാർഡിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് തലത്തിലേക്കാണ് നീങ്ങുന്നത്. എൻ്റെ സ്പേഡ് കാർഡുകൾ വരുമ്പോൾ വ്യക്തവും സത്യസന്ധമായിട്ടുള്ള രേഖാമൂലമുള്ള ചിന്തകൾ രൂപാന്തരപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. ലെറ്റർ കാർഡ് വന്നിട്ടുള്ളത്. ഡയമണ്ട്സ് കാർഡ് പറയുമ്പോൾ പെട്ടെന്നുള്ള ഊർജ വ്യതിയാനം, ഒരു ശുഭസൂചന അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അവരുള്ള യഥാർത്ഥ വികാരങ്ങളുടെ ഒരു സംഘർഷങ്ങളെ പറയുന്നത്. സ്നേഹം അവരെ മൃദുവാക്കാൻ നോക്കുന്ന സമയത്ത് പഴയ മുറിവുകളോ അല്ലെങ്കിൽ ഈ വാക്ക് തർക്കങ്ങളോ അവരെ സ്വയം തടയുന്നതായിട്ട് പറയുന്നുണ്ട്. സത്യം അവർക്കറിയാം, പക്ഷേ ഈഗോ, ഭയം ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, മേഘങ്ങൾ പോലെ തന്നെ ഒരു മറ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഈ റിലേഷൻഷിപ്പിലുണ്ടാകാം. പക്ഷെ ഈ യുദ്ധത്തിൽ അവസാനം വിജയിക്കുന്നത് സൺ എന്നൊരു കാർഡ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അവരെ അയക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശത്തിൻ്റെ ഏകദേശം ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ളൊരു കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇല്ല. സൺ കാർഡിൻ്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ സുതാര്യമാക്കാൻ മാത്രമായിരിക്കാം ആ ഒരു മെസ്സേജിൻ്റെ ഒരു ഉള്ളടക്കം. ഓക്കെ, ഒരു ചെറിയ തുടക്കം എന്ന് പറയാം. തുടക്കത്തിൽ എന്താ പറയുക, വളരെ ലളിതമായിട്ടുള്ള ഒരു അന്വേഷണമായോ ഫ്ലോവറും ലെറ്ററും കൂടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു ഔപചാരിക സന്ദേശമോ ആയിരിക്കാം അവർ ബന്ധപ്പെടുക. പെട്ടെന്ന് വികാരഭരിതരാകാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് പറയാം. തീരുമാനം എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ ഈ ഒരു മൗണ്ടൻ്റെ എനർജി അവസാനിക്കൂ എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇതായിരിക്കും ഒരുപക്ഷെ നിങ്ങളിലേക്ക് വരുന്ന സന്ദേശത്തിൻ്റെ സ്വഭാവം. ഇതൊക്കെ നമ്മൾ പറയുന്നത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മൗനത്തിനെ ഭയക്കാതിരിക്കാം. മൗനം ഒന്നിനും ശാശ്വതമല്ല. കാരണം അതൊരു ചിന്തകളെ പക്വതയിലെത്തിക്കാൻ അവരെടുക്കുന്ന ഒരു സമയമായിട്ട് കൂട്ടുക. അത് നിങ്ങളൊക്കെയാണെങ്കിലും അങ്ങനെ വിചാരിക്കാം. പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിലനിർത്തുക. സൺ കാർഡിൻ്റെ ഊർജം അനുകൂലമാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളും സംശയങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുമ്പോൾ വാട്ടറിൻ്റെ കാർഡുകൾ വന്നിട്ടുള്ളത് ഹൃദയം, സ്റ്റോർക്കൊക്കെയാണ്. തീവ്രമായിട്ടുള്ള വൈകാരിക ബന്ധം, അഗാധമായിട്ടുള്ള സ്നേഹത്തിനെ അത് വ്യക്തമാക്കുന്നത്. ഫയറിൻ്റെ കാർഡുകൾ വന്നിട്ടുള്ളത് സണ്ണ് വരുന്നുണ്ട്, ബെർച്ചിലോട് വരുന്നുണ്ട്. അഭിനിവേശം, അതേസമയം നിയന്ത്രിക്കാനാവാത്ത അസ്വസ്ഥതകൾ, മാനസികമായിട്ടുള്ള ഒരു ചൂടിനെ അതാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു സമയം. എയർ കാർഡുകൾ വന്നിട്ടുള്ളത് ക്ലൗഡ്സ് വരുന്നുണ്ട്, ലെറ്റർ വരുന്നുണ്ട്. അമിതമായിട്ടുള്ള ചിന്തകൾ, ഓവർ തിങ്കിങ്, സംശയങ്ങൾ. പക്ഷേ ആശയവിനിമയത്തിലൂടെ എല്ലാം പരിഹരിക്കാനുള്ള ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കത്തിനെയും കൂടി വായു, എയറിൻ്റെ കാർഡുകൾ കാണിക്കുന്നുണ്ട്. ഭൂമിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കാർഡുകൾ പറയുമ്പോൾ എർത്ത്, ഫ്ലോവറും മൗണ്ടനുമാണ്. പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ അതിനെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അഗ്നിയും വായുവും ചേരുമ്പോഴുണ്ടാകുന്ന മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളെ ജലത്തിൻ്റെ, അതായത് സ്നേഹത്തിൻ്റെ സാന്നിധ്യം തണുപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ ആ കാർഡുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ നമ്പറുകൾ വെച്ച് നമ്മൾ കൂട്ടുമ്പോൾ
ഒരു 143 വരും. അത് നമ്മൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ 8 വരിക. 8 എന്ന് പറയുമ്പോൾ ഒരു ശവപ്പെട്ടി, കോഫിൻ. ഇത് സൂചിപ്പിക്കുന്നത് ബന്ധത്തിൻ്റെ അവസാനമല്ല, മറിച്ച് പഴയ തർക്കങ്ങൾ, മൗനം, അകൽച്ച, ഇതൊക്കെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക. എന്താ പറയുക, ഡെത്ത് ഓഫ് ഓൾഡ് കോൺഫ്ലിക്ട്സ് എന്ന് പറയില്ലേ, അത് പൂർണ്ണമായിട്ട് അവസാനിക്കാൻ പോകുന്നു എന്നാണ്. പുതിയൊരു അധ്യായം തുടങ്ങാൻ, പഴയ അസ്വസ്ഥതകൾ ഇല്ലാതാകണം എന്നൊരവസ്ഥയുണ്ട്. അത്തരത്തിൽ അസ്വസ്ഥതകൾ ഇല്ലാതായി തീരുമ്പോൾ ബന്ധത്തിൽ പുതിയൊരു ഇത് വരും. കാരണം ഇപ്പോൾ സംഭവിക്കുന്നത് അവസാനമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സ്, നമ്മൾ ഈ കാർഡുകൾ മൊത്തം വായിക്കും പറയുന്നത്, അവർ നിങ്ങളോട് ശക്തമായിട്ടുള്ള സ്നേഹമുണ്ട്, മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഉള്ളിലെ ആശയക്കുഴപ്പങ്ങൾ മാറ്റി തെളിച്ചുള്ള ഒരു സന്ദേശമായിട്ട് വരാൻ അവരുടെ മനസ്സ് ഒരുങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നത് അവരുടെ ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങളും പഴയ തർക്കങ്ങളെക്കുറിച്ചുള്ള ഭയവുമാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഫലം എന്താ വരുന്നതെന്ന് വെച്ചാൽ മൗനം തകർക്കപ്പെടുകയും കാര്യങ്ങൾ നേർവഴിയിലാകുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്ലോവറും സ്റ്റോർക്ക്, സൺ, മൗണ്ടൻ, ലെറ്റർ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൗനത്തിൻ്റെ ആ ഒരു തടസ്സം തകരും. ദീർഘനാളായിട്ടുള്ള ആശയവിനിമയക്കുറവ് അവസാനിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മെസ്സേജോ കോളോ വഴി സംഭാഷണം പുനരാരംഭിക്കും എന്ന് പറയുന്നുണ്ട്. ആരോപണങ്ങൾ ഒഴിഞ്ഞുള്ളൊരു തുറന്നു പറച്ചിൽ, ക്ലൗഡ്സ് മാറി സണ്ണിലോട്ടെത്തുന്നു. മുമ്പുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും സംശയങ്ങളൊക്കെ മാറ്റിവെച്ച് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ബന്ധത്തിലെ പുതിയ തുടക്കത്തിന് പറയുന്നുണ്ട്. ഹൃദയവും സ്റ്റോർക്കും വരുമ്പോൾ പഴയ വഴക്കുകൾ ബെർച്ചറോട് ആവർത്തിക്കാതെ പക്വതയുള്ള പുതിയൊരു രീതിയിലേക്ക് ബന്ധത്തിൻ്റെ ഘടന മാറും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വരുന്നൊരു മാറ്റങ്ങളായിട്ട് നോക്കുമ്പോൾ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ളൊരു മോചനം, അനിശ്ചിതത്വവും ചോദ്യങ്ങളൊക്കെ മാഞ്ഞ് ചിന്തകളിലൊരു വ്യക്തത വരും. അത് നിങ്ങളുടെ ഒരു ഉറക്കത്തിനെ, ദൈനംദിന ഓർമ്മയെ മെച്ചപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. വൈകാരികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിന് പറയുന്നുണ്ട്. മറ്റൊരാളുടെ പ്രതികരണത്തിനായി കാത്തിരുന്ന് സമയം പാഴാക്കുന്ന ഒരു അവസ്ഥ മാറി സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ സൺ കാർഡിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജോലിയിലും വ്യക്തിപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലും പുതിയൊരു ഉന്മേഷം നൽകും എന്ന് പറയുന്നുണ്ട്. പ്രായോഗികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ തെറ്റുകൾ വീണ്ടും ചർച്ചയാക്കാതിരിക്കുക. ബന്ധം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സംഭാഷണങ്ങൾ തുടരുന്ന സമയത്ത് നീ അന്ന് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ അത്തരം രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. വീണ്ടും ഇതൊരു റീയൂണിയൻ പോലെ വരുന്ന സമയത്ത് എന്തിനും ലളിതമായിട്ട് പ്രതികരിക്കുക. സന്ദേശം വരുന്ന സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്കൊരു ചിന്തിക്കുന്ന വ്യക്തിയിൽ നിന്നൊരു സന്ദേശം വരികയാണെങ്കിൽ അമിതമായിട്ടുള്ളൊരു വൈകാരികതയോടെയോ അല്ലെങ്കിൽ ദേഷ്യമോ കാണിക്കാതെ സൗമ്യമായിട്ട് പ്രതികരിക്കുക എന്നും കൂടിയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ അവരുടെ മനസ്സറിയാമെന്നൊരു ടോപ്പിക്കിൽ കാർഡ് ഷഫിൾ ചെയ്തപ്പോൾ 12 രീതിയിലും എല്ലാ രീതിയിലും ആഴത്തിൽ വിശകലനം ചെയ്ത് നമുക്ക് കിട്ടിയ ഗൈഡൻസുകളും കാർഡിൻ്റെ അർത്ഥങ്ങളും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം റെസനേറ്റ് ആകുന്നുണ്ടെന്ന് നോക്കാം. അന്ധമായിട്ട് വിശ്വസിക്കില്ല. കാരണം നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാം. നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് അതിൽ പറയുന്നത് എന്താണോ അതറിഞ്ഞ് മുന്നോട്ട് പോവാം. പിന്നെ വീണ്ടും റീഡിങ് കണ്ടു നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു റീഡിംഗ് ആണ് നിങ്ങൾ കേൾക്കേണ്ടതെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പേഴ്സണൽ റീഡിങ് കാര്യങ്ങൾക്കായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. ഇപ്പോൾ യൂസ് ചെയ്ത അതേ കാർഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ആക്യുറസി കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ബന്ധപ്പെടാം. പിന്നെ ബ്രേസ്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ, ഇതൊക്കെ ഒരു വിശ്വാസം കൊണ്ട് ആൾക്കാർ ഇടുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ഉപയോഗിക്കുക. അത് ഫലം കിട്ടിയവരുണ്ട്. വിശ്വാസമാണ് എല്ലാത്തിനും അടിസ്ഥാനം. പണം കിട്ടാൻ, അതേപോലെ തന്നെ ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടി, കരിയറിന് വേണ്ടിയിട്ട്, ബ്ലാക്ക് മാജിക്ക് ഇല്ലാതെയാക്കാൻ, വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, അങ്ങനെ പലതരം അസുഖങ്ങൾ കാര്യങ്ങൾക്കായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.